ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് മയക്കുമരുന്നും ലഹരിയും ഒഴുകുന്നു. ഒരാഴ്ചക്കിടെ മാത്രം മയക്കുമരുന്ന് കടത്തിയതിന് 5 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിൽപ്പനയ്ക്കായി എത്തിച്ച മയക്കുമരുന്ന് പിടികൂടിയ കേസടക്കം ഇതിൽ ഉൾപ്പെടുകയാണ്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, വിശദാംശങ്ങൾ. ഇത്തരത്തിൽ MDMA അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ വയനാട്ടിലേക്ക് എത്തുന്നത് സ്ഥിരമാവുകയാണ്. കർണാടക, തമിഴ്നാട് അതിർത്തികളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ മയക്കുമരുന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തുന്നത്. കൂടുതലായും കർണാടകയിൽ നിന്നാണ് ഇവ എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർണാടക മുത്തങ്ങ ചെക്ക് പോസ്റ്റ് ഒരു സ്ഥലത്തു നിന്നാണ് കൂടുതലായി കൊമേഴ്ഷ്യൽ അളവിൽ ഇത്തരത്തിലുള്ള MDMA അടക്കം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ 4 ദിവസം എടുത്തു കഴിഞ്ഞാൽ 3 തവണയാണ് കൊമേഴ്ഷ്യൽ ലെവലിൽ, അതായത് വിൽപ്പനക്കായി കൊണ്ടുവന്നിട്ടുള്ള MDMA പിടികൂടിയത്. അതായത് കഴിഞ്ഞ ദിവസം 50 ഗ്രാം MDMA കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 19-ാം തീയതി മറ്റൊരു കോഴിക്കോട് സ്വദേശിയിൽ നിന്നും 28.95 ഗ്രാം MDMA പിടികൂടി. 19-ാം തീയതി തന്നെ 38 ഗ്രാം MDMAയും അതുപുറമെ ഇതിനു പുറമെ തന്നെ ഈ ഒരു സ്ഥലത്തു നിന്നും കഞ്ചാവ്, അതുപോലെ തന്നെ പാൻ മസാല അടക്കമുള്ള സാധനങ്ങളെല്ലാം പിടികൂടുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരത്തിൽ ഒരാഴ്ചക്കിടെ മാത്രം 5 കേസുകളാണ് വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവ ഈ വയനാട്ടിലേക്ക് എത്തിക്കുകയും, അതായത് കർണാടക, തമിഴ്നാട് പ്രദേശങ്ങളിൽ നിന്ന് വയനാട്ടിൽ എത്തിക്കുകയും ഇവിടെ നിന്ന് ഇവ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. സ്കൂൾ കുട്ടികൾക്കടക്കം ഇവ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാൻ മസാലകൾ, പുകയില ഉപയോഗങ്ങൾ, അതായത് പുകയില വസ്തുക്കൾ അടക്കം ഇവിടെ എത്തുന്നു. ഹാൻസ് അടക്കമുള്ള പുകയില വസ്തുക്കൾ ഇവിടെ എത്തി വിദ്യാർത്ഥികൾക്കടക്കം ഇത് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വയനാട്ടിലെ വിവിധ ഇടങ്ങളിൽ, വിവിധ കടകളിൽ ഇപ്പോഴും ഈ പദാർത്ഥങ്ങൾ സുലഭമായി ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ സുലഭമായി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. വയനാട്ടിൽ നിന്ന് എത്തുന്ന സാധനങ്ങൾ പിന്നീട് മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ മറ്റ് പ്രദേശങ്ങളിലേക്കും മറ്റു ജില്ലകളിലേക്കും എത്തുന്ന സാഹചര്യമുണ്ട്. ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു പരിശോധനയാണ് എക്സൈസിന്റെ ഭാഗത്തു നിന്നും. ശരി, അതിർത്തി കടന്ന് മയക്കുമരുന്ന് വയനാട്ടിലേക്ക് എത്തുകയാണ്. ഒരാഴ്ചക്കിടെ 5 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വയനാട്ടിൽ നിന്ന് അർജുൻ റിപ്പോർട്ട് ചെയ്യുന്നത്.